ആരാത്? ഞാൻ സതിയാ. സതിയെ ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗിനെടുത്ത്. ഇതിലൊന്നും ഇല്ല സാറേ. ഇത്രയും രൂപ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സത്യമാ സാറേ ഞാൻ പറയുന്നത്. എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കിയ. കൈക്കൂലി മുമ്പേരായി കൊടുത്തില്ലെങ്കിൽ ആ കാലമാടൻ ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടമായിട്ട് കരുതിയാ മതി. 2 ദിവസം തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാളോട്. വല്ലതും കഴിച്ചിട്ട് പോമോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല. വാസു, നീ എന്നെ പേടിപ്പിച്ചു പറഞ്ഞോടാ. നീ കയ്യും വീശി നടക്കുന്നു, ഞാനിവിടെ രാവുകൾ തീ നിന്ന് നടക്കുന്നു. നീ കാണണം. ഞാൻ കാണണം? അതെ, നീ കാണണം. തെക്കേപ്പാട്ട് ജൂലേഴ്സിൽ നീയല്ല മോഷണം നടത്തിയത്. പോലീസ് തന്നെ എന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് 2 കേസാ. മോട്ടിച്ചതിനും ലോക്കപ്പിൽ നിന്ന് ചാടിയതിനും. എന്നെ ഇവിടെ എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? 2ലും നിശ്ചയിച്ചിട്ട് പോയാ മതി. മോട്ടിച്ചത് നീ തന്നെയാ, ഞാനത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ? കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും. നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും. എനിക്കിനി ജയിലിൽ പോകാൻ വയ്യ. നിന്റെ കുറ്റം നീ ഏറ്റ പറ്റൂ. നീ പോടാ. എന്താടാ? അയ്യോ വാസു, ഓടിപ്പോയോ? കാലിനെന്ത് പറ്റി? കാലിനിടെ പോയി. വലിച്ചിട്ട് വരുന്നില്ലേ? ഇല്ല. നല്ലപോലെ വലിച്ചു നോക്ക്. വരുന്നില്ല. സത്യം? സത്യം. നീ അന്ന് പറഞ്ഞ 14 തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിലും കൊണ്ടുവന്ന് ചാടിച്ചത്. ഓടിവായേ, പരിപാടി വാസുവിനെ പിടിച്ചേ, പിന്നെ പിടിച്ചേ, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചേ. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാ. അമ്മാവാ, ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും, സൂക്ഷിക്കണം. ഇളകട്ടെ ഇളകട്ടെ. ഒരാഴ്ചയായിട്ട് മലശോധന തീരെ കുറവാ. പക്ഷെ എന്റെ ചുമ മാറി. എങ്ങനെ? കൽക്കണ്ടവും ചുവന്നുള്ളി 3 ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു. ഓഹോ, അതും തീർത്തോ? ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല ചരട് പിടിക്കേണ്ടത്. എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, ഇതിനകത്തിരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പോയി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക്. എന്റെ ആനുകൂല്യം തന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്ത പേരൊക്കെ എനിക്ക് പറ്റില്ല. എന്റെ പോലെ ഒരു തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിച്ചിന് നീ ദൈവത്തിനോട് നന്ദി പറയടാ. നീ അല്ലാതെ ഈ പെരുവയറിനെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ. എന്തായാലും നിന്നേക്കാൾ ഭേദവാ. എന്നാ അനുഭവിച്ചോ? ആ മോനെ, പട്ടം കാണിച്ചു തരാം. പട്ടം എങ്ങനെ പറപ്പിക്കാൻ കാണിച്ചു തരാം. കണ്ട, വളരെ സൂക്ഷിച്ച് പറപ്പിച്ചാൽ ഇത്രയും നല്ലൊരു ഏർപ്പാട് വരില്ല. ഞാൻ ഈ ചെടിയുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒന്ന് ഓടി വായോ. അയ്യോ അമ്മാവ, എന്ത് പറ്റി? ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കന്നിൽ നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്കെ എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. പോലീസമ്മ, എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മാനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനൊടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്. ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. പോട്ട് 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 പോട്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, കരയാതടാ.
പേടിക്കാനൊന്നും ഇല്ല മോനെ. വീണുന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ജന്മമല്ലടി ഇത്. എനിക്കതറിയാം. എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ട് തെക്കോട്ട് എടുക്കും. അയ്യോ നളിനവിടെ? എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ആ മോനെ, ഇറച്ചി മീനും തിന്നാമോന്ന് ഒന്ന് ചോദിക്ക്. ആർക്കാ? എനിക്ക്. അയ്യോ, ഈ ഒരു വിചാരം ഉണ്ടോ? കൊണ്ടോണേ, എനിക്കിതാ, ഞാൻ തിന്നട്ടെ. സാർ ഇതാണ് എന്റെ അമ്മ. ഇപ്പൊ സാറിന് വിശ്വാസമായില്ലേ? ഇനിയെങ്കിലും ആ കാശിങ്ങോട്ട് തരണേ. തരാം തരാം. എടി, നീ അത് കണ്ടോ? നിന്റെ ആങ്ങളോട് കാശ് ചോദിച്ച ആരാന്നറിയാവോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യ. അവള് വേശ്യാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവളടുത്ത് പോയിട്ടുണ്ടോ? നിന്റെ ആങ്ങളെ അവളുടെ ആള് പറ്റുവരവാ. അമ്മേ ചോദിക്കേ. അമ്മേ വന്നേ. എന്റെ അമ്മ ആ കുറ്റിമോലെടുത്ത് വെച്ചേ. അയ്യോ, ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട്, വിളിക്ക. എന്ത് വേണം? പേഴ്സണലായിട്ടൊരു കാര്യം. അതിന് വെളിയിൽ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഞാനൊരാളിനോട് 250 രൂപ കടം വാങ്ങി. ഇന്നത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ. സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ല അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം. മറ്റൊരു വഴിയും കാണാത്തോണ്ടാണ്. സത്യം പറയണം. ആർക്ക് കൊടുക്കാനായി പണം? മടിക്കണ്ട, പറഞ്ഞോളൂ. നുണ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും. 1-2 പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ. പേര് സതി. നാണല്ലേ മനുഷ്യ? ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം. ഇറങ്ങി പോണം മിസ്റ്റർ. ഐ എം സോറി. നിൽക്കൂ, ആ ചായ കുടിക്കണം. ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം. തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം. നീ എന്തിനാ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത്? അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട്. നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എന്താ? രാജകുമാരിക്ക് അടിമയോട് ചെറിയൊരു പ്രേമം. അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റുമാണ്. ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത്? സ്റ്റെല്ല, നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാതത്തിലാണ്. എന്തിനാ എന്റെ അടുത്ത് വിളിക്കുന്നത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? എന്തോ മനസ്സിനകത്ത് എവിടെയോ ഒരു ചലനമുണ്ട്. എങ്കിൽ അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അയാൾ വെറും ഒരു കോൺസ്റ്റബിൾ. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആകെ ചെറുതാവും. സ്റ്റാറ്റസ്? താലൂക്ക് ഓഫീസിലെ ക്ലർക്കിന് സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞ് IAS ഓഫീസറെ കൊണ്ട് കെട്ടിച്ച് എന്റെ ഗതി നീ കണ്ടില്ലേ? നിനക്കറിയോ, ഇന്ന് ആ ക്ലർക്ക് RDO ആണ്. ആശേ, മനസ്സ് വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഓടി വരണേ. അയ്യോ, എന്റെ തലകുട്ടി. അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ? എടാ മോനെ, നീ പോയി കുറെ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പൊക്കി കേട്ടാ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, എന്റെ കാല്, സിസ്റ്റർമാരെ ഓടിവായോ, എന്റെ കാലിനൊന്നും പറ്റിയില്ല. മിണ്ടാതെ കട.
ഈ പണം നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? കടമല്ലേ. തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു. സാരമില്ല. ഞാൻ പ്രഭാകരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി. എങ്ങനെയുണ്ട്? വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അച്ഛാ, പുതിയ SI. ഭാഗ്യവാൻ. ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലേ? പട്ടം എനിക്ക് ചില സമയത്ത് പട്ടമല്ല, പട്ടയാണ് വീക്ക്നെസ്. ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, കൂട്ടിന് പ്രഭാകരനുണ്ടല്ലോ, നമുക്ക് അല്പം നടക്കാം. പ്രഭാകരന്റെ സതിയെ വളരെ കാലമായിട്ട് അറിയാമോ? ഏയ്, അങ്ങനെ പലയിടത്തും കണ്ടുപരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു സൽസ്വഭാവിയാണ്. എന്താ വിവാഹം കഴിക്കാത്തത്? ആരാ, സതിയോ? അവളെയല്ല, പ്രഭാകരൻ എന്താ വിവാഹം കഴിക്കാത്തത്? അത് ഈ ജന്മം നടക്കുന്ന മട്ടില്ല. അതെന്താ അങ്ങനെ? ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ, നാക്കിനെല്ലാത്ത അമ്മ, എന്തു കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന്, വിവാഹപ്രായമായ അനിയത്തി. ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? ഗണപതി ഭഗവാന് നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല. കുറുപ്പട്ട മില്ലെന്താ അടച്ചിട്ടിരിക്കുന്നേ? എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അടച്ചെന്നോ? ആര് പറഞ്ഞു അടച്ചെന്ന്? ചെറുക്കൻ അവിടെ ഉണ്ടല്ലോ. എന്നാലൊന്ന് വന്നു നോക്ക്. ഊൺ സമയം ലഞ്ച് ബ്രേക്ക് എന്നൊരു ബോർഡും തൂക്കിയിട്ടുണ്ട്. തനിക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും. ഞങ്ങളുടെ ശ്രീകൃഷ്ണ ഫ്ലോർ മില്ലിന് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. കറണ്ട് കട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും കൂടെ ഞാൻ പൊടിച്ചെന്നെ, അറിയാമോ? എന്നാലൊന്ന് വന്നു നോക്ക്. വാ. ഇതെന്തൊരു പറയുമായും? ഈ കൊച്ചു കഴിവറവൻ എവിടെ പോയി? എടാ ശ്രീകൃഷ്ണ, എന്താ ഇതിനാണോടാ ഈ നട്ടുച്ചയ്ക്ക് മില്ലടച്ചിട്ടത്? ശ്രീകൃഷ്ണ എന്ന് പേരിട്ട് എല്ലാം വേണം ചവിട്ടാൻ. പിന്നെ ഞാൻ ഈ ഗോതമ്പിന്റെ കൂടെ പൊടിച്ച് പട്ടിക്കിട്ട് കൊടുക്കൂടാ. ഇരുന്ന് മുഷിഞ്ഞല്ലേ, ഇപ്പൊ വരും. ഇദ്ദേഹമാണ് പെൺകുട്ടിയുടെ അച്ഛൻ കൈമൾ. നമസ്കാരം. ഇത് അമ്മ ഗൗരിയമ്മ. ഇത് ഏക സഹോദരൻ പ്രഭാകരൻ, പോലീസാ. ഇത് നളിനൻ. ഇവിടെയൊക്കെ കണ്ടു കാണും. നളിനനും പ്രഭാകരനും കൂടപ്പിറപ്പുകളെ പോലെ. ഇതെന്റെ ഭാര്യ ദാക്ഷായിനി. ദാക്ഷായിനി അമ്മ. എന്റെ ചെക്കൻ ചെയ്തത് തെറ്റ് തന്നെ. കന്യകയായ ഒരു പെണ്ണിനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പണം ദാക്ഷാണിയമ്മയ്ക്ക് പ്രശ്നമല്ല. ഞാൻ തറവാട്ടുകാരിയാ. എനിക്ക് പ്രശ്നം ജാതിയും തറവാട്ട് മഹിമയുമാണ്. ഞാനും തറവാട്ടുകാരൻ തന്നെയാ. ഒന്നാന്തരം നായർ, പാട്ടത്തിൽ കൈമൾ. പക്ഷെ നിങ്ങളുടെ ഭാര്യ ജാതിയിൽ സമമല്ലെന്നാണല്ലോ കേൾവി. നിങ്ങളാരാ? രജിസ്റ്റർ ഓഫീസറാ? ഞങ്ങളുടെ ജാതി മതം അന്വേഷിക്കാൻ? 10-35 വർഷം അതെല്ലാം അറിഞ്ഞു തന്നെയാ ഞാൻ ഈ മനുഷ്യന്റെ കൂടെ താമസിച്ചത്. നിങ്ങളുടെ മോൻ എന്റെ മോടെ പുറകെ നടന്നതും വിളിച്ച് മില്ലിനകത്ത് കയറ്റിയതും അവളുടെ ജാതി മതം ചോദിച്ചിട്ടാണെന്ന് മോനോടും ചോദിച്ചേ? അതെ അമ്മേ, ഞാനാ. പുരുഷ സ്ത്രീയുടെ പുറകെയല്ല, സ്ത്രീ പുരുഷന്റെ പുറകെ പോകേണ്ടത്. ഞാൻ എന്റെ അച്ഛനെ കണ്ടല്ലേ പഠിക്കേണ്ടത്. അത് നിന്റെ അമ്മയുടെ തറവാട്ട് മഹിമ ഉണ്ടാ. തറവാട്ട് മഹിമ ഉണ്ടെന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞാ പോരാ, മറ്റുള്ളവർക്കൂടെ ബോധ്യപ്പെടണം. എന്താ ബോധ്യപ്പെടുത്താൻ? ദാക്ഷാണിയമ്മേ, കൂടുതൽ എന്തിനാ സംസാരിക്കണേ? നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ അത് പറ. സമ്മതമാണെന്ന് പറയമ്മേ. എനിക്ക് ലീലയെ ജീവന് തുല്യ ഇഷ്ട. ദാശാനമ്മേ, ഇവരെ തറവാട്ട് മമ്മിക്ക് ഒരു കുറവുമില്ല, ഇനിയൊട്ട് കുറയുമില്ല. നിങ്ങൾ ഇതങ്ങ് സമ്മതിക്കണം. സ്വന്തം കാര്യത്തിൽ ഇത്രയ്ക്കൊന്നും ആലോചിച്ച് കാണില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ കുരിപ്പിനെ നിങ്ങൾ കെട്ടുമായിരുന്നോ? കുരിപ്പല്ല, കുറുപ്പ്. ശരി, എനിക്ക് എന്റെ ചെക്കന്റെ ജീവിതമാ വലുത്. അവന് ഇത് തന്നെ ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, വിവാഹത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കും. ഉർവശി ശാപ ഉപകാരം. ആ കാര്യത്തിൽ ദാക്ഷാണിയമ്മ വാശി പിടിക്കരുത്. കല്യാണ ചെലവൊക്കെ ഞാൻ നടത്തും. അത് ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല. കൈമൾക്ക് അങ്ങനെ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ കൂടെ നടന്നോട്ടെ. അതാ നല്ലത്. അച്ഛൻ എന്തായി പറയുന്നത്? ദാക്ഷായണിയമ്മയ്ക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛൻ സമ്മതിക്കേ? സമ്മതിക്കുന്നേ ഇല്ല. സമ്മതിച്ചു. സന്തോഷമായല്ലോ. സാറേ, തൊഴി കൊണ്ട് അടിവേറെല്ലാം കലങ്ങി. ഒന്ന് മൂത്രമൊഴിക്കണം. ചെല്ലേ.
സബ് ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നതിനിടയിൽ ആ വാസു കടന്നളഞ്ഞത്രേ. അയ്യോ ആ നമ്മളെ കയ്യിൽ നല്ലല്ലോ സാർ ചാടിപ്പോയത്, പിന്നെ നമുക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട് പ്രഭാകരന്. ഓൻ സൂക്ഷിക്കണം. ഇത്തവണ അവൻ ചാടി രണ്ടും കൽപ്പിച്ചു തന്നെയാ. വാസുവിന് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴേ അവൻ പറഞ്ഞിരുന്നു പ്രഭാകരനെ വെച്ചേക്കൂലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാ വിവരം പറഞ്ഞില്ല? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൻ ചാടി പോകുന്നു. പ്രഭാകരൻ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് കൊലച്ചോറ് തന്നെയാണ്. എല്ലാം വിധിയാണ് മോനെ. നീ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? കഴിഞ്ഞ 15-ാം തീയതി. നീ എന്നോട് പറ, എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. ഇന്നോ? ഇപ്പോ തന്നെ. എന്താ ആ വാസു വരുന്നുണ്ട്. ഒന്നി പഠിച്ച 3 ഇപ്രാവശ്യം എന്നെ തട്ടി തന്നെ. അയ്യോ വണ്ടി വിട്ടോ അവരെ കേട്ടല്ലേ? ഓഹോ കേട്ടി. പോലീസുകാർ കള്ളന്മാരെ ഓടിക്കാറാണ്. നേരെ മറിച്ചാണല്ലോ. ആ ബസ്സിന് പുറകെ. സ്ഥലം പറയടൂ. പുറകെ മുമ്പേ പോകാൻ വേറെ ആളെ അന്വേഷിച്ചു. അയ്യോ വണ്ടി എടുത്തേ. തലക്കടിക്കും. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല, ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ, അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം.